ഇപ്പൊ നിങ്ങൾ വരാൻ നോക്കി മാറിപ്പോകും. അതായത് ഇത് നിങ്ങൾ പോയതല്ലേ, നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞതല്ലേ, നിങ്ങൾ അന്ന് നിങ്ങൾക്ക് സമയം കിട്ടിയപ്പോ ചെയ്തില്ലല്ലോ, നിങ്ങൾ പിന്നെ എന്താണ് നിങ്ങളും പറഞ്ഞില്ല, ഇത് ആവശ്യമില്ലാത്ത സാധനമാവും. നിങ്ങളൊന്നും 10 പൈസ കട്ടിട്ടില്ലെങ്കിൽ ഇല്ലാത്തത് കൊണ്ട് അത് നിസ്സാരമല്ലേ, ആ കണക്ക് ശരിയാവുമല്ലോ. അത് ഞാൻ പറഞ്ഞാൽ പോലെ നാട്ടുകാരോട് ഞാൻ അന്ന് പറയുന്ന ദിവസം നിങ്ങൾക്കും കൂടെ വരണമെങ്കിൽ നിങ്ങളും വരൂ. അതിനെന്താ കുഴപ്പം? നമ്മൾ എന്തെങ്കിലും പത്രസമ്മേളനം, ഞങ്ങൾ ഇത്ര ദിവസമായിട്ട് ഒരു പത്രസമ്മേളനം പോലും വിളിക്കാത്തത് എന്താണ്? നിങ്ങൾ ഇതേ പറഞ്ഞ കാരണം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ വരാം. ആരും തമ്മിൽ ഒരു ശത്രുതയും നമുക്കില്ല. നമുക്ക് നന്നായിട്ട് പോകണമെന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ രാജിവെച്ച് പേപ്പർ കൊടുത്തില്ലെങ്കിലും പൊതുമാധ്യമങ്ങളോട് ഉൾപ്പെടെ രാജിവെച്ച് പോയ ഒരാള് തിരിച്ചു വന്നിട്ട് നിങ്ങൾ കണക്ക് കൊടുത്തില്ല എന്ന വിഷയത്തിന്മേൽ രാജിവെച്ചു എന്ന് പറയുമ്പോ ആ കണക്ക് ഞങ്ങൾക്ക് തന്നെ നോക്കണം, ഞങ്ങൾ തന്നെ ശരിയാക്കണം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പ്രൂവ് ചെയ്താൽ നാട്ടുകാർ സമ്മതിക്കുള്ളൂ. അതിന്റെ കാരണം എന്താണെന്നറിയോ? ദിലീപിനെ കോടതി വെറുതെ വിട്ടു, എന്നിട്ട് നാട്ടുകാർ സമ്മതിക്കുന്നുണ്ടോ? നാട്ടുകാർ, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് വന്ന് നിങ്ങളിത് ശരിയാക്കി കഴിഞ്ഞാൽ അത് അവര് തന്നെ എല്ലാം കള്ളക്കണക്ക് ഉണ്ടാക്കി ശരിയാക്കി എന്നുള്ള പേര് നിങ്ങൾക്ക് വരുമ്പോ നിങ്ങൾ ശരിക്കും സ്ട്രാറ്റജിക്കലി നിങ്ങൾ അകത്ത് വന്ന് കണക്ക് ശരിയാക്കാന്ന് പറയുന്നത് വലിയ ബുദ്ധിയല്ല എന്നുള്ള പക്ഷമാണ് എനിക്കുള്ളത്. നിങ്ങൾ ഇതിനകത്ത് നിന്ന് കണക്ക് ശരിയാക്കുക. അവർക്കാണോ പാട്? അവര് വന്ന് അവരുടെ CA-ക്കാരന് കള്ളവില്ലുണ്ടാക്കിയത് മറ്റൊരു ഏജൻസി അല്ലെങ്കിൽ മറ്റു 4 പേര് നോക്കിയിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നതല്ലേ അതിനേക്കാളും പവർഫുൾ എന്നാ ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വന്ന് ചെയ്താൽ നമ്മുടെ കമ്മിറ്റിക്കാർ പോലും സമ്മതിക്കില്ല. ഇവരത് ചെയ്തു, ഇവര് തന്നെ കള്ളക്കണക്കുണ്ടാക്കി ഈ കണക്കൊക്കെ തട്ടിച്ചു എന്ന് വളരെ എളുപ്പത്തിൽ പറഞ്ഞുകൂടെ? ഇതിനകത്തൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പല്ലേ? 2 million times. സാർ പിന്നെ നമുക്ക് എന്താ, നമ്മളവിടെ ഇരിക്കുള്ളൂ. നമുക്കത് ബിക്കോസ് ഈ സൈൻ ചെയ്ത, ഞാൻ പറയട്ടെ, ഈ ജനറൽ ബോഡിയിൽ മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തത്. ഓക്കെ, അത് മിനിറ്റ്സിൽ. പക്ഷെ ഞാൻ മിനിറ്റ്സിലൊന്നും സൈൻ ചെയ്തിട്ടില്ല പിഷു. ഞാൻ മിനിറ്റ്സ് വായിച്ചു കേട്ടാൽ മാത്രമേ ഞാൻ സൈൻ ചെയ്യുള്ളൂ. എനിക്ക് കുക്കുവിന്റെ മിനിറ്റ്സിന് വിശ്വാസമില്ല. അതൊക്കെ നമ്മൾ നോക്കണ്ടേ? ഓക്കെ, ഞാൻ അല്ല പിഷു, ബിക്കോസ് ഞാൻ ഉന്നയിച്ച ഒരുപാട് കാര്യം ഫസ്റ്റ് മീറ്റിംഗിൽ അൻസിബ പറഞ്ഞ തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം കമ്മിറ്റി എല്ലാരും വരാൻ റെഡിയാണ്. ഫുൾ കമ്മിറ്റി ഇൻക്ലൂഡിങ് ജോയിന്റ് ജയേട്ടൻ എല്ലാരും. ബിക്കോസ് നമ്മളെ ക്രൂശിച്ച ഒരു രീതി ഈ 9-10 ആൾക്കാരുണ്ടല്ലോ, അത് വേറെ. ബിക്കോസ് ഞാൻ എന്തായാലും ഈ ഇപ്പൊ പിഷു പറഞ്ഞ കാര്യം എന്തായാലും ഞാൻ എന്റെ കമ്മിറ്റി മെമ്പേഴ്സിനോട് പറയും. ഓക്കെ, ബിക്കോസ് എനിക്ക് ഇത് അല്ല, ഇപ്പൊ ഈ കണക്കിന്റെ കാര്യം തന്നെ നിങ്ങൾ എന്താ അല്ലല്ല ബാക്കിയൊന്നും പറയില്ല ഞാൻ. എനിക്ക് അത്ര അത് പറയും. ഇതാണ് പിഷു പറഞ്ഞത്. നാളെ എന്തായാലും നമ്മളെന്താണെന്ന് പ്ലാൻ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങൾ തന്നെ വന്ന് കണക്ക് ശരിയാക്കി എല്ലാം പറഞ്ഞു കഴിയുമ്പോ നാട്ടുകാർ ഒറ്റ വരി ഇത് മുഴുവൻ കള്ളക്കണക്കാന്ന് പറയും. പുറത്തുനിന്നൊരു ഏജൻസി അല്ല. പക്ഷേ പിഷു ഞാൻ ഇപ്പോഴും അമ്മ അസോസിയേഷനിൽ ഒരു മെയിൽ അയക്കാൻ പോവാണ്. ഫോറൻസിക് ഇന്റേണൽ ഓഡിറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും പിഷു എന്താ പറയാ കള്ളത്തരം മനസ്സിലാവില്ല.